ഹലോ ഗൈസ്, അപ്പോൾ നമുക്ക് പ്രൊമോയൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ നമുക്ക് പ്രൊമോയെക്കുറിച്ച് പറയാനാണെങ്കിൽ 3 പേരെ അവിടെ നിർത്തിയിട്ടുണ്ട്. 3 പേര് ആരൊക്കെയാണ്? അക്ബറിനെയാണ് ആദ്യമായിട്ട് നിർത്തിയത്. അതിനുശേഷം അനീഷേട്ടനോട് ചോദിക്കുന്നുണ്ട്, അനീഷ നിൽക്കണോ പോകണം? അപ്പോൾ പറഞ്ഞു എനിക്കിവിടെ ഇരുന്നാൽ മതിയെന്ന്. വളരെ ഫൺ രൂപത്തിൽ തന്നെയാണ് പറഞ്ഞത്. അതുപോലെ തന്നെ ലാലേട്ടൻ പറഞ്ഞു എന്നായിരുന്നുള്ളൂ. അതിനുശേഷം ആത്മമിത്രം ഷാനവാസ് അടുത്തിരിപ്പുണ്ട്. അടുത്ത് നിൽപ്പുണ്ട്. അപ്പോൾ ചോദിച്ചു, കൂട്ടുകാരൻ ഫ്രണ്ട് അടുത്ത് നിൽപ്പുണ്ടല്ലോ, എന്ത് ചെയ്യണം? അപ്പോൾ എന്നാൽ ഇരുത്തണമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു എന്നാൽ പിടിച്ചിരുത്തിക്കോ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വളരെ നല്ല രീതിയിൽ തന്നെ ഒരു ഫൺ ആയിട്ട് തന്നെ ആ ഒരു ഇത് പ്രൊമോ കാണിച്ചിട്ടുണ്ട്. പിന്നെ അതിനുശേഷം ഇവർ ബാക്കിയുള്ള 3 പേരാണ്. 3 പേരെ കണ്ണ് കെട്ടിയിട്ട് ഫ്രണ്ട് ഡോറിൻ്റെ അവിടെ കൊണ്ടുവന്ന് നിർത്തുന്നതായിട്ടുമാണ് പ്രൊമോ. ആരാണ് പുറത്തു പോയതെന്ന് ഞാൻ വ്യക്തമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ സാബുമാനാണ് പുറത്തു പോയത്. ഫിനാലെ വീക്കിലേക്ക് ആദിലയും നൊവിനും ഉണ്ട്. 7 പേരാണ് ഫിനാലെ വീക്കിലേക്ക് മത്സരിക്കുന്നത്. അതുപോലെ തന്നെ നോറ, നമ്മൾ വിചാരിച്ചത് നോറ ടോപ്പ് 5 എത്തിയിട്ടുണ്ടെന്നാണ്. പക്ഷേ ടോപ്പ് 5 എത്തിയിട്ടില്ല. ഞാൻ അങ്ങനെ തെറ്റിദ്ധരിച്ചു കേട്ടോ, സോറി. അങ്ങനെ നമ്മൾ വിചാരിച്ചിരുന്ന, കാരണം കഴിഞ്ഞ സീസണുകളിൽ അങ്ങനെ ആയിരുന്നല്ലോ. അപ്പോൾ ഫിനാലയിലേക്കല്ല സെലക്ട് ചെയ്തിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു നെവിനെ അക്ബറിനെ കൊണ്ടുവരാനുള്ള ബിഗ് ബോസിൻ്റെ തന്ത്രമാണ്. സേരിൻ്റെ പണി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. എന്ത് തന്നെയായാലും നോറ ഫിനാലെ വീക്കിലേക്കാണ്. അപ്പം എന്തായാലും അടുത്ത ആഴ്ചത്തെ എവിക്ഷൻ നോമിനേഷനിൽ നൂറയും കാണും. അപ്പോൾ നോക്കാം. അപ്പോൾ എന്തായാലും നന്നായിട്ട് തന്നെ എല്ലാവരും ഗെയിം കളിക്കട്ടെ. പിന്നെ സോഷ്യൽ മീഡിയ ഇപ്പം യൂട്യൂബിൻ്റെ പോൾസിലെല്ലാം കൂടുതൽ വോട്ട് അനിമോൾക്കാണ് എന്നുള്ള ഒരു ഇതാണ് വരുന്നത്. പക്ഷെ ഒരിക്കലും അല്ല. കഴിഞ്ഞ ആഴ്ചകൾ ഏറ്റവും മുൻപന്തിയിലായിട്ട് നിന്നത് അനീഷ് തന്നെയാണ്. അപ്പോൾ അനീഷാണ് ഒന്നാം സ്ഥാനത്ത്, ഇപ്പോഴും ഒന്നാം സ്ഥാനത്ത് അനീഷ് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് നിങ്ങളാരും വോട്ട് ചെയ്യാതെ, അല്ലെങ്കിൽ അയ്യോ അനീഷ് പുറകോട്ട് പോയി എന്നുള്ള ഒരു പ്രശ്നമൊന്നും വേണ്ട. അനീഷ് തന്നെയാണ് ഒന്നാം സ്ഥാനത്ത് നിൽക്കുന്നത്. എല്ലാവരും പോയി നാളെ 11 മണി കഴിയുമ്പം ഹോട്ട്സ്റ്റാറിൻ്റെ വോട്ടിംഗ് ഓപ്പൺ ആവും. അപ്പോൾ പോയിട്ട് നിങ്ങളെല്ലാവരും വോട്ട് ചെയ്യണം. അനീഷ് ജയിക്കണം എന്നുള്ളതാണ് എൻ്റെ ഒരാഗ്രഹം. അനിമോൾ ജയിക്കണം, അനിമോൾ 1 അല്ലെങ്കിൽ അനീഷ് 2, അല്ലെങ്കിൽ അനീഷ് 1 അനിമോൾ 2 എന്ന് വരണമെന്ന് ആഗ്രഹിച്ച് ഈ 90 ദിവസം ആഗ്രഹിച്ച ഒരാളാണ് ഞാൻ. പക്ഷേ ഇപ്പം ഞാൻ അങ്ങനെ ആഗ്രഹിക്കുന്നില്ല. അനീഷ് ജയിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. 1, 2, 2, 3 ആര് വന്നാലും ഒരു പ്രശ്നമില്ല. പക്ഷേ അനീഷ് ജയിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ഞാൻ അനീഷിന് വേണ്ടിയിട്ട് ഇപ്പോൾ സംസാരിക്കുന്നത്. ഈ 90 ദിവസം കഴിഞ്ഞിട്ടാണ് അനീഷിന് വേണ്ടിയിട്ട് മാത്രം ഞാൻ അനീഷിന് വേണ്ടി മാത്രം വീഡിയോ ഇടണം ഞാൻ ആഗ്രഹിച്ചത്. അപ്പോൾ എൻ്റെ വീഡിയോസ് ഇനി വരുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കണം, എല്ലായിടത്തേക്കും ഷെയർ ചെയ്യണം. അപ്പോൾ നമ്മൾ രാത്രി മുതൽ അതേപോലുള്ള വീഡിയോസ് ഇടുന്നതായിരിക്കും. പിന്നെ നെഗറ്റീവ് പോസിറ്റീവ് എല്ലാ മനുഷ്യർക്കും ഉണ്ട്. ഒരാളുടെ പോസിറ്റീവും ഒരാളുടെ നെഗറ്റീവും പറയാനാണെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ പോസിറ്റീവ്, എനിക്ക് എല്ലാവരുടെയും നെഗറ്റീവ് പറയാൻ വലിയ താല്പര്യമുള്ള ആളല്ല. എന്നാലും ആരെങ്കിലും ഏതെങ്കിലും രീതിയിൽ അനീഷിനെ നെഗറ്റീവ് ആക്കാൻ ഇനി ശ്രമിച്ചു കഴിഞ്ഞാൽ എതിർഭാഗത്ത് ആരാണോ നിൽക്കുന്നത് അവരുടെ നെഗറ്റീവ്സ് നമ്മൾ ഇട്ട് വലിച്ചു കീറി ഭിത്തിയിൽ ഒട്ടിക്കുന്നതായിരിക്കും. കാരണം ഫുള്ള് ക്ലിപ്പിങ്സും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. ഈ 90-92 ദിവസത്തെ ലൈവിൽ പല ക്ലിപ്പിങ്സും ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്കറിയാം എന്തൊക്കെയാണ് സംഭവിച്ചത്, ഏതൊക്കെ രീതിയിലാണ് ഓരോരുത്തരുടെ നെഗറ്റീവ് എന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഇപ്പം ഞാൻ ഒന്നും പറയുന്നില്ല. പിന്നെ അതുപോലെ തന്നെ ഈ നമ്മുടെ കമൻറ്റ് ബോക്സിൽ വന്നിട്ട് പറയുന്നത് ഇവർ അനീഷിൻ്റെ ആൾക്കാരും അനിമോളുടെ ആൾക്കാരും തമ്മിൽ തല്ലിപ്പിക്കുന്നു, അല്ലെങ്കിൽ തമ്മിൽ അടുപ്പിക്കുന്നു എന്നുള്ളൊരു ധാരണ ഉണ്ടാക്കാൻ വേണ്ടി വേറെ ആൾക്കാരുടെ ഫാൻസ് വന്ന് നമ്മുടെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ, ഇല്ല മുട്ടനാടിനെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുന്ന ഒരു ഇടപാടുണ്ടല്ലോ. മുട്ടനാടിനെ തമ്മിലടുപ്പിച്ച് ചോര കുടിക്കുമ്പോൾ ഇടയ്ക്ക് നിന്ന് ചോര കുടിക്കുന്ന ചെന്നായ്ക്കളെ പോലെ അവരല്ലാതെ പണ്ട് ആരിൻ്റെ ആർമിയായിരുന്നു ഇങ്ങനെ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാക്കി പിന്നെ അനീഷാണെന്ന് വരുത്തി തീർത്തുകൊണ്ട് അനിമോളുടെ അതിൽ കയറിയിട്ട് ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കി. അപ്പോൾ അതുപോലെ തന്നെ അനീഷിൻ്റെ ആൾക്കാരാണ്, അല്ലെങ്കിൽ അനിമോളുടെ ആൾക്കാരാണ് എന്ന് വരുത്തി തീർത്തുകൊണ്ട് അനീഷിൻ്റെയും അനിമോളുടെയും ഒരു വീഡിയോ ചെയ്യുന്ന, അല്ലെങ്കിൽ അവരെ സപ്പോർട്ട് ചെയ്യുന്ന വീഡിയോസിൻ്റെ താഴെ പോയിട്ട് കമൻറ്റ് ഇടുന്നുണ്ട്. അത് നമ്മൾ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതൊന്നും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. ഓരോരുത്തരെയും അനിമോളെ ആയാലും അനീഷേട്ടനെ ആയാലും അനിമോളെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർ അവരവരുടെ വോട്ട് പോയിട്ട് ഹോട്ട്സ്റ്റാറിൽ പോയി ചെയ്യുക. ഇവിടുത്തെ യൂട്യൂബിൽ ഈ ഒരു പോളല്ല കറക്റ്റ്. യൂട്യൂബ് പോൾ ഒരിക്കലും കറക്റ്റ് അല്ല. അതുകൊണ്ട് നിങ്ങൾ പോയിട്ട് ഹോട്ട്സ്റ്റാറിൽ പോയി കൃത്യമായിട്ട് വോട്ട് ചെയ്യണം. അനീഷേട്ടനെ വോട്ട് ചെയ്ത് അനീഷേട്ടനെ വിജയിപ്പിക്കണം എന്ന് വിചാരിക്കുന്ന സാധാരണക്കാരുടെ പ്രതിനിധി തന്നെയാണ്. അല്ല എന്ന് പറഞ്ഞാൽ നമ്മൾ 1000 തവണ അത് പറഞ്ഞുകൊണ്ടേയിരിക്കും. പുള്ളി സാധാരണക്കാരിൽ നിന്ന് മൈജി കോണ്ടസ്റ്റ് വഴി തിരഞ്ഞെടുത്ത് സാധാരണക്കാരനായ ഒരു മനുഷ്യനായിട്ട് വന്ന ഒരാളാണ്. അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള ഫാൻ ബേസും ഇല്ലാതെ യാതൊരു പരിചിതവുമല്ലാത്ത മുഖമാണ് അദ്ദേഹത്തിൻ്റേത്. അപ്പോൾ ഇത്ര വലിയ ഫോളോവേഴ്സും സെലിബ്രിറ്റി സ്റ്റാറ്റസുമുള്ള ആൾക്കാരുടെ കൂടെയാണ് മത്സരിക്കുന്നത്. അപ്പോൾ അത്രമാത്രം സാധാരണ ജനങ്ങൾ നെഞ്ചിലേറ്റിയെങ്കിൽ മാത്രമാണ് അദ്ദേഹത്തിന് കപ്പുയർത്താൻ കഴിയുക. അതും കൂടി നമ്മൾ മനസ്സിലാക്കുക. കാരണം ഇവരെയൊക്കെ പിന്താങ്ങാൻ ഒരുപാട് സെലിബ്രിറ്റികൾ പിന്നിലുണ്ട്. സെലിബ്രിറ്റികളും പഴയ ബിഗ് ബോസ് താരങ്ങളും ഒക്കെ ഇറങ്ങിയിട്ടുണ്ട് മറ്റുള്ളവരെ വിജയിപ്പിക്കാൻ. അപ്പം നോക്കുക.